കാത്തിരിപ്പിനൊടുവിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ സമഗ്ര വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റ്, ആപ്പ് വഴിയും പ്രിന്റഡ് കോപ്പികൾ വഴിയുമാണ് പട്ടിക പ്രസിദ്ധീകരിച്ചത്. SIRന്റെ ഭാഗമായി 2 പട്ടികകളാണ് പ്രസിദ്ധീകരിച്ചത്. എന്യൂമറേഷൻ ഫോം നൽകിയവർ ഉൾപ്പെട്ട കരട് പട്ടികയാണ് ഒന്ന്. മറ്റൊന്ന് മരിച്ചവരും സ്ഥലത്തില്ലാത്തവരും പുറത്തായവരുമായവരുടെ വിവരങ്ങൾ അടങ്ങിയ AST പട്ടികയും. രണ്ടും ബൂത്ത് അടിസ്ഥാനത്തിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ പേരും SIR കരട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ് എന്നിവ വഴിയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ കൈവശമുള്ള അച്ചടിച്ച കോപ്പി വഴിയും വോട്ടർമാർക്ക് കരട് പട്ടിക പരിശോധിക്കാവുന്നതാണ്. voters.eci.government.in എന്ന ലിങ്ക് വഴി വിവരങ്ങൾ നൽകി ബൂത്ത് തല പട്ടികയുടെ PDF ഡൗൺലോഡ് ചെയ്ത് പരിശോധന നടത്താം. ജില്ലാ, അസംബ്ലി എന്നിവ നൽകിയ ശേഷം നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് ബൂത്ത് ലിസ്റ്റ് തിരഞ്ഞെടുത്ത ശേഷം ക്യാപ്ച നൽകി ഡൗൺലോഡ് ചെയ്യാം. മറ്റൊന്ന് electoralsearch.eci.government.in എന്ന ലിങ്ക് വഴി എപ്പിക് നമ്പർ നൽകിയും പരിശോധിക്കാവുന്നതാണ്. എപ്പിക് നമ്പർ പേര്, വയസ്സ്, ബന്ധുവിൻ്റെ പേര്, സംസ്ഥാനം, ജില്ല, നിയോജക മണ്ഡലം, ഭാഗം, പോളിംഗ് ബൂത്ത്, ക്രമനമ്പർ എന്നിവ സഹിതം വിശദാംശങ്ങൾ അറിയാം. മൊബൈൽ നമ്പർ ഉപയോഗിച്ചും പരിശോധിക്കാവുന്നതാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ www.ceo.kerala.government.in എന്ന വെബ്സൈറ്റിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ECNet മൊബൈൽ ആപ്പ് വഴിയും പട്ടിക പരിശോധിക്കാം. ഇനി കരട് പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത വോട്ടർമാരുടെ പേരുകൾ പരിശോധിക്കാൻ വേണ്ടി order.ceo.kerala.government.in എന്ന ലിങ്ക് വഴി സാധ്യമാവും. ഇനി കരട് പട്ടികയിൽ പേരില്ലെങ്കിൽ ആശങ്കപ്പെടാനില്ല. പേര് ചേർക്കാൻ ഇനിയും സമയമുണ്ട്. കരട് പട്ടികയിൽ പേരില്ലാത്തവർക്ക് പരാതികൾ ഡിസംബർ 23 ചൊവ്വാഴ്ച മുതൽ തന്നെ സമർപ്പിക്കാം. ജനുവരി 22 വരെയാണ് ഇതിനുള്ള സമയം. കരട് പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യുന്നതിനും പരാതികൾ നൽകാവുന്നതാണ്. ഫെബ്രുവരി 21 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്.